CPIയുടെ പ്രതിനിധി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു 1982-ൽ BJPക്ക് 2 സീറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 84-ൽ അദ്ദേഹം പറഞ്ഞത് 84-ൽ 2 സീറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അന്ന് പാർലമെന്റിനകത്ത് ആദരണീയനായിട്ടുള്ള അടൽജി നടത്തിയുള്ള ഒരു പ്രസ്താവനയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, കൂരിരുൾ നീങ്ങും, സൂര്യനുദിക്കും, സൂര്യനുദിച്ചാൽ താമര വിരിയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. 2-ൽ നിന്ന് 120-ഉം 120-ൽ നിന്ന് 180-ഉം 180-ൽ 283-ഉം 280-ൽ നിന്ന് 303-ഉം നാളെ 400-ലേക്ക് പോകുന്ന പ്രസ്ഥാനത്തിന്റെ പേര് BJP എന്നാ. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ പറ്റും, നിങ്ങളെപ്പോലെ സംഭൂജരല്ല ഞങ്ങൾ സാർ, സംഭൂജരല്ല. കാരണം ഞങ്ങൾ 84-ൽ 2 CPIക്കും CPM-നും ഇടതുപക്ഷത്തിനും അന്ന് പാർലമെന്റിനകത്ത് 42 സീറ്റുണ്ട്. 42 സീറ്റിൽ നിന്ന് സംഭൂജത്തിലെത്തിക്കുന്ന CPIയുടെ പ്രതിനിധി BJPയുടെ വളർച്ചയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കേണ്ട സാഹചര്യമില്ല. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്ത് BJPക്കാർ എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ആഭ്യന്തര ശത്രുക്കളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് 2 കൂട്ടരുള്ളൂ, ഒന്ന് ഇന്നത്തെ BJPക്കാരും ഒന്ന് നാളത്തെ BJPക്കാരും. ഈ ആഭ്യന്തര ശത്രുക്കളെന്നും വർഗശത്രുക്കളെന്നും പൊതുസമൂഹത്തിനിടയിൽ വർഗീയ വേർതിരിവുണ്ടാക്കിക്കൊണ്ട് എല്ലാ സമയത്തും ജാതി മത ശക്തികളെ ഇവിടെ പ്രീണിപ്പിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാ, അത് BJP എന്നല്ല.